Mesmerizing wedding collection. Tejaswini by Chungat Jewelry. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ശ്രീകുളനഗരം അകവൂർ ഹൈസ്കൂളിൽ ഇതേവരെ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളും ഒത്തുചേരുന്നു. സഹോസയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കുടുംബ സംഗമം ഏപ്രിൽ 5 വൈകിട്ട് 5 മണിക്ക് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്കാണ് ഉദ്ഘാടനം. നമ്മുടെ ബഹുമാനപ്പെട്ട ആലുവ MLA അൻവർ സാദത്താണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. 1945 സ്ഥാപിതമായതാണ് ശ്രീകുളനഗരം അകവൂർ സ്കൂൾ. 80 വർഷത്തെ പ്രവർത്തന മികവിലൂടെ സമൂഹത്തിന്റെ നാനാതുറകളിൽ പ്രവർത്തിക്കുന്ന നിരവധി പ്രമുഖർക്ക് വിദ്യാലയം ജന്മം നൽകി. വിദ്യാലയത്തിൽ നിന്ന് ഇതേവരെ പഠിച്ചിറങ്ങിയവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരും അവരുടെ കുടുംബാംഗങ്ങളും അധ്യാപകരുമാണ് ഒത്തുചേരുന്നത്. ശ്രീകുളനഗരം അകവൂർ ഹൈസ്കൂൾ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ സഹോസായുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 5 ശനിയാഴ്ച വൈകിട്ട് 5-നാണ് കുടുംബസംഗമം 2025 നടക്കുന്നത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംഗമം അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ NSK ഉമേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം മുഖ്യ രക്ഷാധികാരി VP സുകുമാരൻ പറഞ്ഞു. 1945 കൊച്ചി മഹാരാജാവിൻ്റെ കാൽപാദങ്ങൾ പതിഞ്ഞ ശ്രീകുളനഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അകവൂർ ഹൈസ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ കുടുംബസംഗമം ഏപ്രിൽ മാസം 5-ാം തീയതി ശനിയാഴ്ച 5 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന രീതിയിലേക്കാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. 5 മണിക്ക് ആരംഭിക്കുകയും നമ്മുടെ ഈ സമ്മേളനം ബഹുമാനപ്പെട്ട MLA ഉദ്ഘാടനം ചെയ്യുകയും മുഖ്യ അതിഥിയായിട്ട് ജില്ലാ കളക്ടർ പങ്കെടുക്കുകയും ചെയ്യുന്ന ചടങ്ങിൽ 45 വർഷം തുടങ്ങി ഇന്ന് 80 വർഷം പിന്നിട്ടിരിക്കുകയാണ് അകവൂർ ഹൈസ്കൂളിന്റെ ചരിത്രം പറഞ്ഞാൽ. മുഴുവൻ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മഹാസംഗമം നടക്കുന്നത്. ഇതിലെല്ലാവരെയും ആർദ്രമായി സ്വാഗതം ചെയ്യുന്നതിനൊപ്പം തന്നെ പ്രത്യേകിച്ച് പത്രമാധ്യമ എൻ്റെ സഹപ്രവർത്തകരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഈ ചടങ്ങ് വളരെ ഗംഭീരമാക്കുന്ന ചുമതല നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ശ്രീകുളനഗരം ഈ അകവൂർ ഹൈസ്കൂളിനെ സംബന്ധിച്ചും ചരിത്രം പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഏകദേശം 7 പഞ്ചായത്തും 2 മുനിസിപ്പാലിറ്റിയിലും അടങ്ങുന്ന വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഏകദേശം 3500 വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ ഒരു സരസ്വതി ക്ഷേത്രമാണ് അകവൂർ ഹൈസ്കൂൾ. അവിടെ പഠിച്ചു വളർന്നവരെല്ലാവരും IAS എടുത്തിട്ടുണ്ട്, IPS എടുത്തിട്ടുണ്ട്, IF എടുത്തിട്ടുണ്ട്, അതുപോലെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും എല്ലാം ആയിട്ടുണ്ട്. അങ്ങനെ ചരിത്രം ഉള്ള ഒരു സ്കൂൾ, ഏക വിദ്യാലയം എന്ന് പറയുന്ന അകവൂർ ഹൈസ്കൂൾ മാത്രമല്ല, IAS എടുത്തിട്ടുള്ള ഒരു വിദ്യാലയം എന്ന രീതിയിൽ പഠന നിലവാരം ഉയർത്തുന്ന രീതിയിൽ വളരെ ഭംഗിയായി തന്നെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. ഏകദേശം നമുക്കറിയാം അവിടെ ഗ്രാമപ്രദേശമായതുകൊണ്ട് ഏകദേശം പറഞ്ഞാൽ 99% ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്ന വിദ്യാർത്ഥികളാണ്. അവരെ പഠിക്കാൻ കഴിവുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തിക്കൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഘടന കണ്ടെടുത്തുകൊണ്ട് ഒരു പ്രവർത്തനം പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി എല്ലാ രീതിയിലും സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം മാത്രമല്ല, കോവിഡ് സമയത്തുമെല്ലാം ഒരു 10-25 കുട്ടികൾക്ക് മൊബൈൽ ഫോൺ പഠിക്കാനുള്ള സംവിധാനം, അങ്ങനെ വിവിധ മേഖലകളിൽ സാമ്പത്തികമായിട്ട് സഹായിച്ചു കൊണ്ടുവരുന്ന സംഘടനയാണ്. ഇപ്പൊ 7 വർഷമായി ഈ സംഘടന രൂപം നൽകിയിട്ട് ഈ സംഘടന അതിന്റെ പ്രവർത്തനം ബഹുമാനപ്പെട്ട HM സൂചിപ്പിക്കും, ഞാൻ അതിനെക്കുറിച്ചൊന്നും കിടക്കുന്നില്ല. എന്നാൽ ഈ സംഘടന നിലവിൽ വന്നതിന് ശേഷം അകവൂർ ഹൈസ്കൂളിന്റെ ചരിത്രം തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം 100% വിജയമാണ് എല്ലാ വർഷവും ഉള്ളത്. അത് തന്നെ ഒരു നേട്ടമാണ്. എപ്പോഴും പാവപ്പെട്ട കുട്ടികൾക്ക് ഈ സംഘടന സഹോസ എന്ന് പറയുന്ന സംഘടന എല്ലാ രീതിയിലും ഒരു കൈത്താങ്ങായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബ സംഗമത്തിൽ നമ്മൾ പ്രതീക്ഷയിൽ കൂടുതൽ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുക്കും എന്നുള്ള വിശ്വാസം നമുക്കുള്ളത്. നിങ്ങളെല്ലാവരെയും
ഈ ചടങ്ങിലേക്ക് പത്രമാധ്യമക്കാരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. സ്കൂളിന്റെ വികസനത്തിനും വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനുമായി നിരവധി പ്രവർത്തനങ്ങളാണ് സഹോസ ഏറ്റെടുത്ത് നടത്തിവരുന്നതെന്ന് പ്രസിഡന്റ് ബിജു കൈത്തോട്ടുങ്ങൽ അറിയിച്ചു. ശ്രീമൂലനഗരം അകവൂർ ഹൈസ്കൂൾ ഓൾഡ് സ്റ്റുഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ വരുന്ന ഏപ്രിൽ 5 വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന കുടുംബസംഗമം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചടങ്ങ് പോലെ നടത്തിപ്പോകുന്ന ഒരു കാര്യമല്ല. 7 വർഷക്കാലം സാധാരണക്കാരായ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെയും വിവിധ മേഖലയിൽ കഴിവ് ഉണ്ടായിട്ട് സാമ്പത്തികമായി പല മേഖലകളിലും കടന്നു പോകാൻ പറ്റാത്ത കുട്ടികളെ കണ്ടെത്തി അവരെ ഉന്നമനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചു എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഈ വരുന്ന ഏപ്രിൽ 5 തീയതി ബഹുമാനപ്പെട്ട ആലുവ MLA ഉദ്ഘാടനം ചെയ്യുകയും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ വിശിഷ്ട അതിഥിയായും എത്തിച്ചേരുന്ന പരിപാടിയിലേക്ക് എല്ലാ പൂർവ്വ വിദ്യാർത്ഥിനികളും കുടുംബസമേതം എത്തിച്ചേരണമെന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും ക്ഷണിക്കുകയും ചെയ്യുകയാണ്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥികളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനാധ്യാപിക ദീപ സുകുമാർ, പ്രോഗ്രാം കൺവീനർ അൻവർ സാദത്ത്, PTA പ്രസിഡന്റ് KA നൌഷാദ്, പബ്ലിസിറ്റി കൺവീനർ ജയൻ വാരിശ്ശേരി, അധ്യാപിക KN പ്രിയ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നാളിതുവരെ ഈ സംഘടന രൂപം കൊണ്ട കാലം മുതൽ 7 വർഷത്തോളമായി ഈ സംഘടന രൂപം കൊണ്ടിട്ട് ആ കാലഘട്ടം മുതൽ നമ്മുടെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടിയും കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയും കലാപരവും കായികപരവുമായ ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട സഹായങ്ങൾ നൽകുന്നതിനുമൊക്കെ സഹോസ നമ്മളോടൊപ്പം തന്നെ നിലനിൽക്കുന്നതാണ്. ഇന്ന് തുടർന്നും അതുപോലുള്ള സഹായ സഹകരണങ്ങൾ അവർ നമ്മൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ മറ്റ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നിയത് തുടർന്ന് ലാസ്റ്റ് 2 വർഷങ്ങളായിട്ട് നമ്മുടെ മുഴുവൻ കുട്ടികൾക്കും, സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ധാരാളം കുട്ടികൾ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നുമുണ്ട്. കുട്ടികൾ സ്കൂളാവുമ്പോൾ കളിക്കുകയും അങ്ങനെ പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർക്ക് പൈസ ക്ലെയിം ചെയ്തെടുക്കാനും സാധിച്ചിട്ടുണ്ട്. സ്കൂളിൽ വെച്ച് മാത്രമല്ല, അവർക്ക് വീട്ടിൽ വെച്ച് ഈ അപകടങ്ങൾ ഉണ്ടായാൽ പോലും ഈ ഇൻഷുറൻസിൻ്റെ ഗുണഭോക്താക്കളാണവർ. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെയധികം സേവനങ്ങൾ സഹോസ എന്ന സംഘടന നമുക്ക് നൽകുന്നുണ്ട്. ഇനിയത്തെ കാലഘട്ടത്തിൽ PTA മാനേജ്മെൻറ്റ് അതുപോലെയുള്ള സംഘടനകളോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും തുല്യ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് നമുക്ക് കഴിഞ്ഞുപോയ എല്ലാ മീറ്റിങ്ങുകളിലും, വിദ്യാഭ്യാസ തലത്തിലുള്ള മീറ്റിങ്ങുകളിലൊക്കെ പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയെ ചേർത്ത് നിർത്തൂ എന്നാണ് നമ്മളോട് അധികൃതർ അറിയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വരും തലമുറയ്ക്കൊരു കൈത്താങ്ങായി എന്നും പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഞങ്ങളോടൊപ്പം തന്നെ നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്നു. അതിനവരോട് എപ്പോഴും നന്ദിയും കടപ്പാടും അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.